നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. പുൽവാമ ഭീകരാക്രമണത്തിന് ആഹ്വാനം ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ എന്നതിന് കൂടുതൽ തെളിവുകൾ. പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്നാണ് അസദ് അനുയായികൾക്ക് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചത്. ഇതിനിടെ പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കം ഇന്ത്യ കൂടുതൽ ശക്തമാക്കി. കശ്മീരിലെ വിഘടനവാദി നേതാക്കളുടെ സുരക്ഷ ഇന്ത്യ പിൻവലിച്ചു. ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് സുഷമ സ്വരാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പുൽവാമ ആക്രമണത്തിന് 8 ദിവസം മുമ്പ് ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങൾക്ക് അസറിന്റെ ശബ്ദ സന്ദേശം എത്തിയിരുന്നു. അസറിന്റെ അനന്തരവൻ ഉസ്മാനെ കഴിഞ്ഞ ഒക്ടോബറിൽ ത്രാലിൽ വെച്ച് സുരക്ഷാസേന വധിച്ചിരുന്നു. ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നാണ് സന്ദേശത്തിൽ അസർ ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്നാണ് അനുയായികൾക്ക് നിർദ്ദേശം നൽകിയത്. ഗുരുതര രോഗത്തെ തുടർന്ന് 4 മാസത്തോളമായി റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ അസർ ചികിത്സയിലാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ജിഹാദി കൗൺസിലിന്റെ യോഗങ്ങളിൽ രോഗം മൂലം അസർ പങ്കെടുത്തിരുന്നില്ല. പുൽവാമയിലെ ആക്രമണ പദ്ധതി മറ്റ് സംഘടനകളുമായി അസർ പങ്കുവച്ചില്ലെന്നാണ് സൂചന. അനന്തരവനായ മുഹമ്മദ് ഉമൈറിനെയും അബ്ദുൾ റാഷിദ് ഖാസിയെയും സന്ദേശമടങ്ങിയ ടേപ്പുകൾ ഏൽപ്പിക്കുകയും കശ്മീർ താഴ്വരയിലെ യുവാക്കളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു. ഈ തെളിവുകൾ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകാനാണ് ഇന്ത്യയുടെ നീക്കം. അതിനിടെ ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിലുള്ള വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ഇറാൻ വിദേശകാര്യ സഹമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാൻ നിലപാട് കർക്കശമാക്കിയത്. പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീരിൽ പ്രഖ്യാപിച്ച കർഫ്യൂ ഇന്നും തുടരുകയാണ്. വിഘടനവാദി നേതാക്കൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷ ജമ്മു കശ്മീർ ഭരണകൂടം പിൻവലിച്ചു. പുൽവാമയിൽ അക്രമി എത്തിയത് ചുവന്ന മാരുതി ഇക്കോ കാറിലാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ന്യൂസ് 18 ഡൽഹി. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി വിളിച്ചോതി ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമാഭ്യാസം. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സജ്ജമാണെന്ന സന്ദേശം നൽകുന്നതായിരുന്നു വ്യോമശക്തി എന്ന് പേരിട്ട വ്യോമാഭ്യാസം. Watch how the bombs glide towards the target. പൊക്രാനിലെ പാക് അതിർത്തിക്കടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു വ്യോമശക്തി സംഘടിപ്പിച്ചത്. 140ഓളം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. Ladies and gentlemen, to slither down from the helicopter, we must bring out the fact that discharging a quarter exactly over fire requires very precise piloting skills. കരയിലും ആകാശത്തും ഒരുപോലെ പ്രതിരോധിക്കാവുന്ന ആകാശ് അസ്ത്ര മിസൈലുകൾ ഇന്ത്യൻ സേനയുടെ പ്രതിരോധ ശക്തി വിളിച്ചറിയിച്ചു. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സജ്ജമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു വ്യോമസേനയുടെ ശക്തി പ്രകടനം. രാജ്യം നേരിടുന്ന ഏത് ഭീഷണിയെയും നേരിടാനും രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്താനും വ്യോമസേന പ്രതിജ്ഞാബദ്ധമാണെന്ന് എയർ ചീഫ് മാർഷൽ BS ധനൌ പറഞ്ഞു. It shows our capability to hit during day, during night, and under any weather conditions. Also, we displayed our air defense capability. യുദ്ധവിമാനങ്ങളുടെ പ്രകടനം കാണാൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത്, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ പ്രമുഖർ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വസന്തകുമാറിന്റെ ഭൗതിക ശരീരം കരിപ്പൂരിൽ എത്തിയത് മുതൽ സംസ്കരിക്കുന്നതുവരെ നിറഞ്ഞു നിന്നത് വികാര നിർഭരമായ കാഴ്ചകൾ. വഴിയോടത്ത് മണിക്കൂറുകൾ കാത്തുനിന്നവർ മുതൽ ദേശീയ പതാക കയ്യിൽ വാങ്ങിയ കുടുംബാംഗം വരെ അനുഭവിച്ചത് ഒരേ വികാരം.
CRPF-ഉം അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ പലരും വിങ്ങലടക്കാൻ പാടുപെട്ടു. ഒടുവിൽ വസന്തകുമാറിന്റെ ഭൗതികദേഹം വഹിച്ച പെട്ടിക്കുമേൽ അവസാന തരി മണ്ണ് വീഴുമ്പോഴും നിറഞ്ഞു നിന്ന ജനക്കൂട്ടം പറയാതെ പറഞ്ഞത് ഒന്നായിരുന്നു: ടീം ന്യൂസ് 18 വയനാട്. പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച സൈനികൻ VV വസന്തകുമാറിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് ഫോട്ടോ എടുത്ത വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. ചടങ്ങിനെത്തിയ ആരോ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന തന്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തതാണ് എന്നാണ് കണ്ണന്താനത്തിന്റെ വിശദീകരണം. ജവാന്റെ വസതിയിൽ നടന്ന അന്ത്യകർമ്മങ്ങളുടെ ലൈവ് സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. താൻ സെൽഫി എടുക്കാറില്ലെന്നും കണ്ണന്താനം വ്യക്തമാക്കുന്നു. അതേസമയം വസന്തകുമാറിന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത അൽഫോൺസ് കണ്ണന്താനത്തിനെ വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തി. കണ്ണന്താനത്തിന്റെ നടപടി ഔചിത്യമില്ലായ്മയാണെന്ന് കോടിയേരി പറഞ്ഞു. മറ്റു വാർത്തയിലേക്ക് പോയാൽ NSSലെ മഹാഭൂരിപക്ഷം അംഗങ്ങളും CPM-നൊപ്പമാണെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS നേതൃത്വം പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്ന് മുൻപ് പറഞ്ഞവരുടെ അവസ്ഥ ഓർക്കണമെന്ന് സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. സമയം നോക്കി പറ്റിക്കൂടി നിന്ന് എന്തെങ്കിലും നേടുന്ന സംസ്കാരം NSSനില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സാമുദായിക സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളല്ല. ഇപ്പോൾ NSS ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. NSSനെ ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നില്ല. NSSുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണ്. NSSും CPM-ഉം തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. NSSലെ മഹാഭൂരിപക്ഷവും CPM-നൊപ്പമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. NSSൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെന്ന് പറഞ്ഞ സുകുമാരൻ നായർ കോടിയേരിയുടെ പ്രസ്താവന യുക്തിഭദ്രമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. വിശ്വാസപരമായ വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നതയുണ്ട്. ഇക്കാര്യത്തിൽ NSSനെ ശത്രുപക്ഷത്താണ് നിർത്തുന്നതെങ്കിൽ സമാധാനപരമായി നേരിടും. NSSനെ ചെറുതാക്കി കാണിക്കാൻ കോടിയേരി ശ്രമിക്കേണ്ടെന്നും സുകുമാരൻ നായർ ഓർമ്മപ്പെടുത്തുന്നു. നോക്കി പറ്റിക്കൂടി നിന്ന് കാര്യം സാധിക്കുന്ന രീതി NSSനില്ല. NSS പറഞ്ഞാൽ അണികൾ കേൾക്കില്ലെന്ന് പറഞ്ഞവരുടെ അവസ്ഥ ഓർക്കുന്നത് നല്ലതാണെന്നും സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറയുന്നു. ഇരുഭാഗവും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നു കൂടിയാണ് വീണ്ടും വ്യക്തമാകുന്നത്. ന്യൂസ് 18 കോട്ടയം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തമിഴ് സൂപ്പർ താരം രജനീകാന്ത്. പാർട്ടി പ്രഖ്യാപിച്ച് മത്സരരംഗത്തുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നിലപാട് വ്യക്തമാക്കി താരം രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രഖ്യാപിച്ച് രജനി മത്സരരംഗത്തുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമമായത്. ഈ തവണ താൻ മത്സരിക്കില്ലെന്നും രാഷ്ട്രീയ പ്രചരണത്തിനായി തന്റെ ചിത്രമോ സംഘടനയുടെ ലോഗോയോ ഉപയോഗിക്കാൻ പാടില്ലെന്നും രജനീകാന്ത് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഒരു പാർട്ടിയും പിന്തുണയ്ക്കാനില്ലെന്ന് പറഞ്ഞ രജനി സംസ്ഥാനത്തെ ജനകീയ വിഷയങ്ങളാണ് താനിപ്പോൾ ശ്രദ്ധയൂന്നെന്നും വ്യക്തമാക്കി. ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളെയും മത്സരിക്കുമെന്ന് കമലഹാസൻ വ്യക്തമാക്കുമ്പോഴാണ് രജനീകാന്ത് മത്സരരംഗത്തിൽ നിന്ന് നിലപാടെടുത്തത്. 2017 ഡിസംബറിലാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുമെന്ന് രജനീകാന്ത് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോട്ടയം സീറ്റ് വിട്ടു നൽകാൻ ജനതാദൾ സമ്മതിച്ചതായി CPM. ജനതാദളുമായി CPM ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. കോട്ടയം സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണം എന്ന നിലപാടിലാണ് CPM ജില്ലാ നേതൃത്വം. കോട്ടയം സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ ജനതാദൾ സമ്മതം നൽകി. കോട്ടയത്തെ സംഘടനാ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ജനതാദളിന്റെ പിന്മാറ്റത്തിന് കാരണം. കഴിഞ്ഞ തവണ മാത്യു ടി തോമസ് മത്സരിച്ച സീറ്റ് തിരികെ വേണമെന്ന CPM ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ജനതാദൾ അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യതയുള്ള മണ്ഡലമാണ് അത് നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സാധ്യത വെച്ച് നോക്കുമ്പോൾ ജനതാദളിൽ നിന്ന് സംഘടനാപരമായി അവർ തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ചിട്ട് അവർക്ക് ഇന്ന് എത്താൻ കഴിഞ്ഞില്ല. സംഘടന ദുർബലമായതുകൊണ്ട് അവർക്ക് മറ്റൊരു സീറ്റ് കൊടുത്ത് ഇത് തിരിച്ചു വിട്ടു തരും എന്ന രൂപത്തിലാണ് ഓരോ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അത് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. മണ്ഡലത്തിൽ നിന്നും CPIM തന്നെ വീണ്ടും മത്സരിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം. ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ ഇറക്കാനുള്ള നീക്കങ്ങൾ ഇടയ്ക്ക് സജീവ ചർച്ചയായിരുന്നു. ഇതിനിടെയാണ് മണ്ഡലം CPMന് തന്നെ വേണമെന്ന അഭിപ്രായവുമായി ജില്ലാ സെക്രട്ടറി രംഗത്ത് വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് CPIന്റെ സ്ഥാനാർത്ഥി ഇവിടെ വന്നാൽ വലിയ രൂപത്തിലുള്ള
മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ന്യൂനപക്ഷ പരിഗണന മുന്നിൽ കണ്ടാണ് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കാനുള്ള നീക്കം സംസ്ഥാന തലത്തിൽ നടന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതനുസരിച്ചാകും കോട്ടയത്തെ സീറ്റ് ആർക്കെന്ന കാര്യത്തിൽ വ്യക്തത വരിക. ന്യൂസ് 18 കോട്ടയം. ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ മികവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ആരോഗ്യരംഗം മികവുറ്റതാക്കുകയാണ് സർക്കാർ കടമയെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കേരളം സംഘടിപ്പിച്ച അത് വോട്ടാകുമോ എന്ന ഇലക്ഷൻ മെഗാ ഷോയിലായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷക്കാലം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്ര വലുതാണ്. ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത് നാളെ വോട്ടായിട്ട് മാറുമെന്ന് കരുതിയിട്ടൊന്നല്ല, ഇതൊരു ആവശ്യകതയാണ്, ഇതൊരു കടമയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ എൻ്റെ കടമയാണ് ഇവിടെ ഈ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളത്. അത് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ വകുപ്പ് മന്ത്രിമാരും അവരവരുടെ വകുപ്പിൽ ചെയ്യുന്നു. അപ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തും എന്നുള്ള നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. UDF ഉഭയകക്ഷി ചർച്ച നാളെ ചേരും. യോഗത്തിൽ സീറ്റ് വിഭജനത്തിൽ തീർപ്പുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ലീഗിന് 3ാം സീറ്റ് നൽകാതെ ദേശീയ തലത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ ധാരണയായതോടെ കേരള കോൺഗ്രസിന്റെ അധിക സീറ്റ് ആവശ്യത്തിൽ മാത്രമാകും പ്രധാനമായും ചർച്ച നടക്കുക. അധിക സീറ്റ് ആവശ്യം അംഗീകരിക്കാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഒപ്പം കേരള കോൺഗ്രസിലെ ജോസഫ് പക്ഷത്തിനെ ഒപ്പം നിർത്താനും ശ്രമമുണ്ടാകും. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ മത്സരിക്കേണ്ടെന്ന് പ്രമേയം പാസാക്കിയ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയോട് വിശദീകരണം തേടിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് വലിയ തെറ്റാണെന്നും ഘടകകക്ഷികളുടെ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് പറയാൻ യൂത്ത് കോൺഗ്രസിന് അവകാശമില്ലെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇമാം ഷെഫീഖ് അൽ ഖാസിമിനെ തേടി പോലീസ് ബംഗളൂരുവിലെത്തി. നെടുമങ്ങാട് ഷാഡോ പോലീസിലെ 5-അംഗ സംഘം ഖാസിമിന്റെ സഹോദരൻ അൽ അമീനുമൊത്താണ് ബംഗളൂരുവിലേക്ക് പോയത്. ഖാസിമിന്റെ മറ്റൊരു സഹോദരൻ നൌഷാദിന്റെ സഹായത്തോടെയാണ് ഇമാം ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 4 ടീമായി തിരിഞ്ഞാണ് പ്രതി ഷെഫീഖ് അൽ ഖാസിമിയെ പിടികൂടാനുള്ള തിരച്ചിൽ നടക്കുന്നത്. പ്രതിയുടെ സഹോദരൻ അല്ലമീന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് നിന്നുള്ള പോലീസ് സംഘം ബാംഗ്ലൂരിലേക്ക് പോയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശനിയാഴ്ച തന്നെ ട്രെയിൻ മാർഗം ഷെഫീഖ് അൽ ഖാസിമി ബാംഗ്ലൂരിലേക്ക് കടന്നുവെന്നാണ് മൊഴി. പ്രതിയുടെ മറ്റൊരു സഹോദരൻ നൌഷാദ് ഒളിവിലാണ്. ഇയാളുടെ സഹായത്തോടെയാണ് പ്രതി ബാംഗ്ലൂരിൽ കഴിയുന്നതെന്നാണ് പോലീസ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകിയ അല്ലമീനെയും പോലീസ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു സംഘം കൊച്ചിയിലും അന്വേഷണം നടത്തുന്നുണ്ട്. ഷെഫീഖ് അൽ ഖാസിമി പീഡിപ്പിച്ചെന്ന മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിച്ചതോടെയാണ് പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ഭിക്ഷാടനത്തിനായി തട്ടിക്കൊണ്ടുവന്ന ബാലികയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിന് പിന്നിൽ തഞ്ചാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണെന്നാണ് പോലീസ് നിഗമനം. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ജനുവരി 15-ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം 4 വയസ്സുകാരിയെ കൊന്ന് ബാഗിനുള്ളിലാക്കിയ കേസിൽ പിടിയിലായ 2 പ്രതികളിൽ നിന്നുമാണ് ഭിക്ഷാടന മാഫിയയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, തിരുപ്പൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ പ്രവർത്തനമെന്നാണ് ഇവരിൽ നിന്നും ലഭിച്ച വിവരം. വിവിധയിടങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുന്ന കുട്ടികളെ ഈ സംഘം പ്രധാനമായും കേരളത്തിലേക്കാണ് വിടുക. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഭിക്ഷയാചിക്കുന്ന സംഘത്തിനൊപ്പമാകും കുട്ടികളെ നിയോഗിക്കുന്നത്. പാലക്കാട് വെച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുവന്നത് തിരുച്ചിറപ്പള്ളി കുടുതലയിൽ നിന്നാണെന്ന് പിടിയിലായവർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടിയുടെ വീട്ടുകാരെക്കുറിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല. പീഡനശ്രമത്തിനിടെയാണ് കുഞ്ഞ് കൊല്ലപ്പെടുന്നത്. കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇനിയും 3 പേരെ കൂടി പിടികൂടാനുണ്ട്. അതിർത്തി കടന്നുള്ള ഭിക്ഷാടന മാഫിയയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പാലക്കാട്. ദേശീയ പണിമുടക്ക് ദിവസം തലസ്ഥാനത്ത് ബാങ്ക് അടിച്ചു തകർത്ത കേസിലെ പ്രതി വീണ്ടും NGO യൂണിയൻ തലപ്പത്ത്. കേസിലെ 6ാം പ്രതി ബിജുരാജിനെ തിരുവനന്തപുരം നോർത്ത് കമ്മിറ്റി പ്രസിഡന്റായി വർക്കലയിൽ നടന്ന സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. CPM നേതൃത്വം തന്നെ ബാങ്ക് ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിട്ടും കേസിലെ പ്രതിയെ വീണ്ടും തെരഞ്ഞെടുത്തതിൽ NGO യൂണിയനുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. ദേശീയ പണിമുടക്ക് ദിവസം ബാങ്ക് അടച്ചിടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സ്റ്റാച്യുവിലെ SBI ശാഖയിൽ NGO യൂണിയൻ നേതാക്കൾ അതിക്രമം കാട്ടിയത്. കേസിലെ 6ാം പ്രതിയായ ബിജുരാജിനെ തുടർന്ന് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പണിമുടക്കാനുകൂല സമരം നടത്തിയവർക്കെല്ലാം നാണക്കേടായ കേസിലെ പ്രതിയാണ് വീണ്ടും ഇടത് യൂണിയന്റെ തലപ്പത്തെത്തുന്നത്. വർക്കലയിൽ നടന്ന സമ്മേളനമാണ് തിരുവനന്തപുരം നോർത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബിജുരാജിനെ വീണ്ടും തെരഞ്ഞെടുത്തത്. CPM നേതൃത്വം ബാങ്ക് ആക്രമണത്തെ അപലപിച്ചതും ബിജുരാജിനെതിരെയുള്ള കേസുകളും ഇയാൾ യൂണിയന്റെ തലപ്പത്തെത്തുന്നതിന് തടസ്സമായില്ല. ബിജുരാജിനെ വീണ്ടും തെരഞ്ഞെടുത്തതിനെതിരെ NGO യൂണിയനുള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ബിജുരാജിന്റെ നടപടി സംബന്ധിച്ച് സംഘടനാതല അന്വേഷണം നടക്കുന്നതേയുള്ളൂവെന്നാണ് ഇത് സംബന്ധിച്ച് NGO യൂണിയന്റെ വിശദീകരണം.
ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹി കരോൾ ബാഗിൽ മലയാളികൾ ഉൾപ്പെടെ 17 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ അർപ്പിത് പാലസ് ഹോട്ടൽ ഉടമ രാകേഷ് ഗോയൽ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹോട്ടൽ ഉടമയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. തീപിടുത്തത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഉടമ രാകേഷ് ഗോയലിനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഖത്തറിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ രാകേഷ് യാത്ര ചെയ്യുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉടമയെ പിടികൂടിയതോടെ അപകടത്തെക്കുറിച്ചും ഹോട്ടൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ പ്രവർത്തിച്ചിരുന്നത് എന്നത് സംബന്ധിച്ചും വ്യക്തമായ വിവരം ലഭിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. അർപ്പിത് ഹോട്ടൽ ജനറൽ മാനേജർ രാജേന്ദർ, മാനേജർ വികാസ് എന്നിവരെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഹോട്ടൽ പ്രവർത്തിക്കുന്നതിന് NOC നൽകിയിരുന്നുവെങ്കിലും റൂഫ് ടോപ്പിന് അനുമതിയുണ്ടായിരുന്നില്ല. അഗ്നിശമന സംവിധാനങ്ങളോ അപകടമുണ്ടായാൽ രക്ഷപ്പെടുന്നതിനുള്ള സുരക്ഷാ കവാടങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികൾ അടക്കം 17 പേരാണ് മരിച്ചത്. അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഇറ സിംഗാളിന്റെ നേതൃത്വത്തിലും അപകടത്തെക്കുറിച്ച് അന്വേഷണം നടന്നു. ന്യൂസ് 18 ഡൽഹി. പെരുമ്പാവൂർ ബദേൽ സുലാക്കോ പള്ളിയിൽ വീണ്ടും ഓർത്തഡോക്സ് യാക്കോബായ തർക്കം. രാവിലെ കുർബാനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിഭാഗക്കാരെ യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പള്ളിയിൽ കയറാൻ ആകാതെ വന്നതോടെ ഓർത്തഡോക്സ് വിഭാഗക്കാർ പള്ളി ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി പ്രതിഷേധിക്കുകയാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർഷക ആത്മഹത്യകൾ സംസ്ഥാനത്ത് തുടർക്കഥയാകുമ്പോഴും ആത്മഹത്യ ചെയ്ത കർഷകരുടെ കടങ്ങൾ എഴുത്തള്ളാൻ പോലും നടപടികളില്ല. ലക്ഷങ്ങളുടെ ബാധ്യതയാണ് മരിച്ച പലരുടെയും കുടുംബങ്ങളെ കാത്തിരിക്കുന്നത്. പെരിഞ്ചാംകുട്ടി മേഖലയിലെ ആദ്യകാല കർഷകരിലൊരാളായിരുന്ന സഹദേവനെ തകർത്തത് കൃഷി ആവശ്യത്തിനായി മകന്റെ പേരിലെടുത്ത വായ്പയാണ്. ആവർത്തിച്ചുള്ള കൃഷിനാശത്തിൽ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. കൂനിന്മേൽ കുരുവായി പ്രളയവുമെത്തി. 10 ലക്ഷത്തോളം രൂപയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തി. പിന്നീട് അധിക ദിവസം സഹദേവൻ കാത്തുനിന്നില്ല. കുടിശ്ശികയായി എന്നും പറഞ്ഞ നോട്ടീസ് ഇടയ്ക്ക് വന്നായിരുന്നു. അപ്പോൾ പോസ്റ്റ്മാൻ ആ നോട്ടീസ് എൻ്റെ കയ്യിലാണ് തന്നത്. അച്ഛൻ കൊടുത്തേക്കാൻ പറഞ്ഞ് ഞാനത് അച്ഛൻ്റെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതല്ലാണ്ട് വേറെ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ല. കർഷകർ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കൈത്താങ്ങാവേണ്ട സർക്കാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ചെമ്പോപ്പാറയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെ ഒരു ദുർമരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അടിയന്തരമായിട്ടും കാർഷിക കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് സർക്കാരിന്റെ കണ്ണ് തുറക്കാതെയൊന്നും ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കും ഉണ്ടാകുകയില്ല. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെരിഞ്ചാംകുട്ടി സ്വദേശി ശ്രീകുമാർ ശനിയാഴ്ച ആത്മഹത്യ ചെയ്തു. 20 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലായി തിരിച്ചടക്കേണ്ടിയിരുന്നത്. ഇതോടെ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ജില്ലയിൽ കടക്കണി മൂലം മരിച്ചവരുടെ എണ്ണം 5 ഉയർന്നു. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. തിരുവനന്തപുരം പെരിങ്ങമലയിലെ മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ CPM നേതൃത്വം നിലപാട് മയപ്പെടുത്തുന്നു. പ്രദേശവാസികൾക്കെതിരായാൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ പുതിയ നിലപാട്. പ്ലാന്റിന് അനുകൂല നിലപാടെടുത്തിരുന്ന CPM തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നതെന്നാണ് സൂചന. പെരിങ്ങമലയിലെ മാലിന്യ പ്ലാന്റ് വിരുദ്ധ സമരത്തോട് മുഖം തിരിച്ച സമീപനമായിരുന്നു CPM നേതൃത്വം ഇതുവരെ സ്വീകരിച്ചത്. സമരസമിതിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോഴും പ്ലാന്റ് വരട്ടെ എന്ന നിലപാടുമായി CPM മാറി നിന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM ഈ നിലപാട് മയപ്പെടുത്തുകയാണ്. പക്ഷേ അത് ആദ്യം കോഴിക്കോട് നടപ്പാക്കട്ടെ, നടപ്പാക്കിയ ആളുകൾ കാണട്ടെ, അവിടെ പ്രയോജനമുണ്ടോ, അവിടെ ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ കാണട്ടെ ആളുകൾ. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആലോചിക്കാം വേണോ വേണ്ടതെന്ന്. പ്ലാന്റ് വിരുദ്ധ സമരത്തിന് ലഭിക്കുന്ന വലിയ ജനപിന്തുണയും തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ നിലപാട് ഇവർ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനവുമാണ് CPMനെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ പാലോട്, പെരിങ്ങമല മേഖലകളിൽ നിന്നും മാലിന്യ പ്ലാന്റ് വിഷയത്തിലെ നിലപാടിനെ ചൊല്ലി നിരവധി പേർ പാർട്ടി വിട്ടിരുന്നു. പക്ഷേ ആ സംസ്കരണ കേന്ദ്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് സംസ്കരണ കേന്ദ്രം വരാൻ പാടില്ല. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പാലോട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സംസ്കരണ കേന്ദ്രം പാലോട് ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഉറപ്പ്. CPM മികച്ച വിജയപ്രതീക്ഷ പുലർത്തുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റ് പദ്ധതി. പ്രദേശവാസികളുടെ എതിർപ്പിനിടയിലും മാലിന്യ സംസ്കരണ പ്ലാന്റുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പുതിയ സാഹചര്യത്തിൽ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാനാണ് നീക്കം. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായിട്ടല്ല പാലോട്ടെ സമരത്തെ CPM കാണുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്ലാന്റ് വിരുദ്ധ സമരം
സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചയാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഒരു നിലപാട് മാറ്റത്തിന് CPM ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തു നിന്നും TG സജിത്ത്, ന്യൂസ് 18. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. അടുത്ത മാസം 11-നാണ് 10 ദിവസത്തെ ഉത്സവത്തിനായി നട വീണ്ടും തുറക്കുക. ദർശനത്തിനെത്തിയ 3 സ്ത്രീകളെയാണ് കുംഭമാസ പൂജ കാലയളവിൽ തടഞ്ഞ് തിരിച്ചയച്ചത്. പുലർച്ചെ മുതൽ തന്നെ അഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തുടങ്ങി. തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാത്രി 10-നാണ് കുംഭമാസ പൂജകൾക്ക് വിരാമമിട്ട് നടയടയ്ക്കുക. യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കുംഭമാസ പൂജകൾക്കായി നട തുറന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്ര വലിയ തിരക്കൊന്നും സന്നിധാനത്ത് അനുഭവപ്പെട്ടില്ല. 1.5 ലക്ഷം തീർത്ഥാടകർ മാത്രമാണ് ഇക്കുറി ദർശനത്തിന് എത്തിയത്. ഇക്കാലയളവിൽ 3 യുവതികൾ ദർശനത്തിനെത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന്റെ ഭാഗമായിരുന്നു ദർശനത്തിന് ശ്രമിച്ച യുവതികൾ. മരക്കൂട്ടത്ത് വെച്ചാണ് പ്രതിഷേധക്കാർ ഇവരെ തടഞ്ഞ് മടക്കി അയച്ചത്. കഴിഞ്ഞ രാത്രിയിലും സംഘപരിവാർ നേതൃത്വത്തിൽ സന്നിധാനത്ത് നാമജപം നടന്നു. ഉത്സവത്തിനായി അടുത്ത മാസം 11-നാണ് ഇനി നട തുറക്കുക. 10 ദിവസമാണ് ഉത്സവം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18 സന്നിധാനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മകൻ ഡോക്ടർ രോഹിത്തിന്റെ വിവാഹം അങ്കമാലിയിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടൻ മമ്മൂട്ടി, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മന്ത്രിമാർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം സ്വദേശി ഡോക്ടർ ശ്രീജയാണ് വധു.